നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ത്രസ്റ്റ് ആൻഡ് പ്രഷർ ആണ്. നമ്മൾ ഫോഴ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ പഠിക്കുന്നത്. ഫോഴ്സ് അഥവാ ബലം. ബലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് പഠിച്ചു. അതായത് പല രീതിയിൽ പല സമയത്ത് പല സ്വഭാവങ്ങൾ കാണിക്കുന്നു ഫോഴ്സ്. അതിന് ഓരോ പേരിട്ട് നമ്മൾ വിളിക്കുന്നു. അവയുടെ പ്രോപ്പർട്ടീസും വിഭിന്നമായിരിക്കും. അവയുടെ പ്രോപ്പർട്ടീസും നമ്മൾ പഠിക്കുന്നു. അതെങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ പഠിക്കുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ്, ത്രസ്റ്റ്. എന്താണ് ത്രസ്റ്റ് അറിയാമോ? നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ് ഈസ് നോൺ ആസ് ത്രസ്റ്റ്. അതായത് നോർമലായി, വെർട്ടിക്കലായി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ പാരലലായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ, ഹൊറിസോണ്ടലായിട്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ പാരലലായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം പഠിച്ച ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇന്നത്തെ ത്രസ്റ്റോ വെർട്ടിക്കലായിട്ട്, ലംബമായിട്ട്, വെർട്ടിക്കലായിട്ട് നോർമലായിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സാണ് ത്രസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരു വെർട്ടിക്കലായിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ മൊത്തം എഫക്റ്റിന് പറയുന്ന പേരാണ് ത്രസ്റ്റ്. ഇനി പ്രഷർ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സർഫസ് ഈസ് നോൺ ആസ് ത്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ഇനി ഒന്നിന്റെ കേസ്, ആ ത്രസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സ്, ഒരു പ്രതലത്തിൽ ആകെ അനുഭവപ്പെടുന്ന ബലമാണ് ത്രസ്റ്റ്. ഇനി അതിന്റെ യൂണിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, എപ്പോഴും ഒന്നിന്റെയാണ് നമ്മൾ പറയുന്നത് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു സർഫസ് മൊത്തം എടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ത്രസ്റ്റ്. അതിൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിന് പറയുന്ന പേരാണ് പ്രഷർ. ഇനി നമുക്കത് വിശദീകരിച്ച് പറയാം, മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടെ നമുക്ക് വിശദീകരിക്കാം. ഇതൊരു ടേബിൾ ആണെന്നിരിക്കട്ടെ. ആ ടേബിളിൽ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഞാൻ ഈ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഈ രണ്ട് സൈഡിന് നീളം കുറവും ഈ രണ്ട് സൈഡിന് നീളം കൂടുതലുമുള്ള ഒരു ബോക്സ് ആണെന്നിരിക്കട്ടെ. ഈ ബോക്സിന്റെ മൊത്തം മാസ് ഒരു 5 kg ആണെന്നിരിക്കട്ടെ. 5 കിലോഗ്രാം മാസ് ആണ് ഈ ബോക്സിനുള്ളത്. മാസ് ഓഫ് ദ ബോക്സ് ഈസ് 5 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ ടേബിളിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? ഈ ബോക്സിന്റെ വെയിറ്റ് ആയിരിക്കുമല്ലോ. ഈ ബോക്സിന്റെ വെയിറ്റ് ആണ് നമ്മുടെ ടേബിളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഈ വേറെ ഒന്നുമില്ല, ഈ ടേബിളിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടേബിളിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സ് എന്താണ്? ഈ ബോക്സിന്റെ വെയിറ്റ് ആയിരിക്കും. ഈ ബോക്സിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് എത്രയാണെന്ന് പറഞ്ഞു? 5 കിലോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തുവിന്റെ മാസ് ഇത്ര, അപ്പൊ നമ്മുടെ മാസ് 50 കിലോഗ്രാം ആണെങ്കിൽ എന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? 50 കിലോഗ്രാം. പക്ഷേ വാസ്തവത്തിൽ അത് കറക്റ്റ് അല്ല. ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ മാസ് ഇൻറ്റു 9.8, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിയുടെ ആകർഷണബലം മൂലം ഉണ്ടാകുന്ന ആ വസ്തുവിനുണ്ടാകുന്ന ത്വരണം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആ വസ്തുവിന്റെ മാസ് 5 കിലോഗ്രാം എന്ന് തന്നു. അപ്പൊ വെയിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വെയിറ്റ് W is equal to 5 into ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അളവ് 9.8 ആണ്. അത് കാണാതെ പഠിച്ചു വെക്കണം. അപ്പൊ 5 into 9.8. ഈ 9.8നെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്രയെന്ന് എഴുതാം? 10 എന്ന് എഴുതാമല്ലോ. 9.8 അല്ലേ? പോയിന്റ് കഴിഞ്ഞ് 5ന് മേളിലോട്ടാണ് വരുന്നതെങ്കിൽ അത് അടുത്ത ഡിജിറ്റ് നമുക്ക് എടുക്കാം അപ്രോക്സിമേറ്റ് ആയിട്ട്. അപ്പൊ 9.8നെ 10 ആയിട്ട് എടുക്കാം. അപ്പൊ 5 into 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മുടെ ഈ ബോക്സ് വെച്ചത് കാരണം ഈ ടേബിളിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിന്റെ വെയിറ്റ് ആണ്. ഈ ബോക്സിന്റെ വെയിറ്റ് 50 ന്യൂട്ടൺ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ടേബിളിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. അപ്പൊ ടേബിളിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് എത്രയാണ്? 50 ന്യൂട്ടൺ. ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ്. നമ്മുടെ ഈ സർഫസിൽ, അതായത് ഈ ടേബിൾ എന്ന് പറയുന്ന സർഫസിൽ ആകെപ്പാടെ ഈ ഒരു ബോക്സേ ഉള്ളൂ. അപ്പൊ ഈ ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ആകെപ്പാടെ ഉള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ബോക്സിന്റെ വെയിറ്റ് ആണ്. ബോക്സിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 50 ന്യൂട്ടൺ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ ടേബിളിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് എത്രയാണ്? 50 ന്യൂട്ടൺ. ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ ആണല്ലോ. ഇനി അടുത്ത സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ?
ഈ ടേബിളിൽ തന്നെ ഈ ബോക്സ് വേറൊരു രീതിയിൽ വെച്ചു. ഈ ബോക്സ് വേറെ ഒരു രീതിയിൽ എങ്ങനെ വെക്കാം? ആ ലോങ്ങർ സൈഡ് ടേബിളിൽ സ്പർശിക്കത്തക്ക രീതിയിൽ വെക്കാം അല്ലേ? ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. ഈ സെയിം ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വെച്ചാലും ആ ത്രസ്റ്റിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ത്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സർഫസ് ഈസ് നോൺ ആസ് ത്രസ്റ്റ്. ഇവിടെയും ടോട്ടൽ നോർമൽ ഫോഴ്സ് എത്ര തന്നെയാണ്? ആ ബോക്സിന്റെ വെയിറ്റ് തന്നെയാണ്. ഇങ്ങനെ വെച്ചാലും ബോക്സിന്റെ വെയിറ്റിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. വെയിറ്റ് എത്ര തന്നെ? 50 ന്യൂട്ടൺ തന്നെ. അപ്പൊ ഇവിടെയും ടോട്ടൽ നോർമൽ ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ ത്രസ്റ്റ് ഇവിടെയും എത്ര തന്നെയാണ്? = 50 ന്യൂട്ടൺ തന്നെയാണ്. ആണല്ലോ. ഇനിയും പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ്. ഇനി പ്രഷർ എന്താണ്? ത്രസ്റ്റും പ്രഷറുമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. പ്രഷർ എന്താണെന്നാണ് പറഞ്ഞത്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ, അല്ലെങ്കിൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ എഫക്റ്റ് ആണ് പ്രഷർ. ഇവിടെ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഇഫക്റ്റ് കൂടുതൽ എവിടെയായിരിക്കും? ഏരിയ കൂടുതൽ എവിടെയാണ്? ഇവിടെ അല്ലേ ഏരിയ എവിടെയാണ് കൂടുതൽ? ഇവിടെ 50 ന്യൂട്ടൺ ബലം ഇത്രയും ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ 50 ന്യൂട്ടൺ ബലം ഇത്രയും ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്നു. എവിടെയാണ് എഫക്റ്റ് കൂടുതൽ വരുന്നത്? നീ ആലോചിച്ച് നോക്കൂ. ഒരു ആപ്പിള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, നിങ്ങൾ രണ്ട് കുട്ടികളുണ്ടെന്നിരിക്കട്ടെ, ക്ലാസ് റൂമിൽ 2 കുട്ടികളുണ്ട്. ഒരു ആപ്പിൾ ടീച്ചർക്ക് കിട്ടി. ടീച്ചർ അത് ഈക്വലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 പേർക്ക് തന്നു. അപ്പോൾ ഓരോ വലിയ പീസ് 2 പേർക്ക് കിട്ടുമല്ലോ. ഇനി ഒരു 6 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. അപ്പം എത്രയായിട്ട് ടീച്ചർക്ക് ഡിവൈഡ് ചെയ്തേ പറ്റൂ? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ കൂടുതലായി. ഇവിടെ ഏരിയ കൂടിയതുപോലെ. അപ്പോൾ ഓരോ കുട്ടിക്കും കിട്ടുന്ന ആ ഒരു ആപ്പിളിന്റെ പീസിന്റെ വലിപ്പം കുറവായിരിക്കും കൂടുതലായിരിക്കും? കുറവായിരിക്കും. അതുപോലെ ഇവിടെ പ്രഷർ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റിന്റെ എഫക്റ്റ് ഏരിയ കൂടുമ്പോൾ കുറവായിരിക്കും. ഓരോരുത്തർക്കും കിട്ടുന്ന പീസ് ചെറുതായതുപോലെ ഈ ത്രസ്റ്റിന്റെ എഫക്റ്റ്, ഫോഴ്സിന്റെ എഫക്റ്റ് ഏരിയ കൂടുമ്പോൾ കുറയുന്നു. ഈ ത്രസ്റ്റിന്റെ ഇഫക്റ്റിന്, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന എഫക്റ്റിന് പറയുന്ന പേരാണ് പ്രഷർ. അപ്പോൾ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ വേറൊന്ന് കൂടുകയാണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയാണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ഹൈറ്റ് കൂടുന്നു. എൻ്റെ അല്ല, പ്രായം കൂടുമ്പോൾ കുട്ടികളുടെ ഹൈറ്റ് കൂടുന്നു. അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി പ്രായം കൂടുമ്പോൾ നമ്മുടെ ആയുസോ കുറയുകയല്ലേ? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. മനസ്സിലായോ? അപ്പം ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ്. പ്രഷർ ഈസ് ദ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഇനി പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് ആണ് പ്രഷർ. അതായത് ത്രസ്റ്റ് അറിയാം, ടോട്ടൽ ഏരിയയും അറിയാമെങ്കിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് ആണ് പ്രഷർ. ദാറ്റ് ഈസ് ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇനി പ്രഷറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം, ത്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ആക്ടിങ് നോർമൽ ടു എ സർഫസ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണല്ലോ. ഏരിയയുടെ യൂണിറ്റോ ബേസിക് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി പ്രഷറിന്റെ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട്, അറിയാമോ? പാസ്കൽ. പ്രഷറിന്റെ വേറൊരു യൂണിറ്റ് ആണ് പാസ്കൽ. ബ്ലേസ് പാസ്കലിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? മഹാനായ ഒരു സയന്റിസ്റ്റ് ആയ ബ്ലേസ് പാസ്കലിന്റെ ബഹുമാനാർത്ഥമാണ് പ്രഷറിന് പാസ്കൽ എന്നുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പി, ക്യാപിറ്റൽ ലെറ്റർ PA എന്ന് എഴുതാമേ. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ വേറൊരു എക്സാമ്പിളിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് നല്ല വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പറയാം. അതായത് ഒരു സ്പോഞ്ച് ബെഡിൽ ഒരു 20 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി
കിടക്കുകയാണ്. 20 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി കിടക്കുകയാണെന്നിരിക്കട്ടെ, സ്പോഞ്ചിന്റെ ബെഡാണ്. അപ്പൊ ആ കുട്ടിയുടെ മാസ് എത്രയാണ്? 20 കിലോഗ്രാം. വെയിറ്റോ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, 20 ഇൻറ്റു 9.8നെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 10 എന്ന് എഴുതാം. 200 ന്യൂട്ടൺ ആണ് ആ സ്പോഞ്ച് ബെഡിൽ അനുഭവപ്പെടുന്ന ത്രസ്റ്റ്. കുട്ടി ഇങ്ങനെ കിടക്കുക. അപ്പൊ അവിടെ ആ സ്പോഞ്ചിന്റെ ബെഡിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്. ആണല്ലോ. ഇനിയും ആ കുട്ടി കിടക്കുമ്പോൾ നമ്മൾ ആ ബെഡൊന്ന് നോക്കിയേക്കണേ. അത് കഴിഞ്ഞ് അവൻ ആ ബെഡിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ബെഡൊന്ന് നോക്കി. സെയിം ത്രസ്റ്റ് ആണ്. അവൻ കിടക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബെഡ് ഈസ് 200 ന്യൂട്ടൺ അല്ലേ? കുട്ടിയുടെ വെയിറ്റ് മാറുന്നില്ലല്ലോ. നിൽക്കുമ്പോഴാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും അവന്റെ വെയിറ്റ് ഒന്ന് തന്നെയല്ലേ? അപ്പൊ ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബെഡ് ഈസ് 200 ന്യൂട്ടൺ ഇറ്റ്സെൽഫ്. പക്ഷേ അവൻ നിൽക്കുമ്പോൾ ആ ബെഡ് നന്നായിട്ട് താഴോട്ട് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതായത് ആ ഒരു ത്രസ്റ്റിന്റെ എഫക്റ്റ്, ആ ഫോഴ്സിന്റെ എഫക്റ്റ് അവിടെ കൂടുതലാണ്. ഏരിയ അവിടെ കുറഞ്ഞു അല്ലേ? അവൻ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവന്റെ വെയിറ്റ് അത്രയും കുറഞ്ഞ ഏരിയയിലാണ് വരുന്നത്. നിൽക്കുമ്പോഴോ ആ കാലിന്റെ അത്രയും കുറഞ്ഞ ഏരിയയിലാണ്. അതേസമയം കിടക്കുമ്പോഴോ ആ ഫോഴ്സ് അത്രയും കൂടുതൽ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഏരിയ കൂടിയപ്പോൾ ത്രസ്റ്റിന്റെ എഫക്റ്റ്, അതായത് പ്രഷർ കുറഞ്ഞു. ഏരിയ കുറഞ്ഞപ്പോൾ ത്രസ്റ്റിന്റെ എഫക്റ്റ് ആയ പ്രഷർ കൂടി. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഈ ഒരു പ്രിൻസിപ്പിള് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാടിടത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കൂട്ടിക്കിട്ടേണ്ട സന്ദർഭങ്ങളുമുണ്ട്, കുറച്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളുമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമല്ലോ. കട്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ ഫോഴ്സ് ആ ഒരു കത്തിയുടെ 2 വശങ്ങളുണ്ടല്ലോ. അതിൽ ഒരു വശത്ത് വളരെ മൂർച്ച കൂടിയ വശം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ വളരെ കുറവാണ് അല്ലെ? ഏരിയ കുറവായതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ കുറഞ്ഞ ഏരിയയിൽ നല്ല എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ വെജിറ്റബിൾ കട്ടാവും. അതേസമയം ഓപ്പോസിറ്റ് സൈഡിലോ ഏരിയ കൂടുതലായിരിക്കും. അതേസമയം 2 വശത്തും ഒരേപോലെ ആയിരുന്നു ഏരിയ എങ്കിൽ എന്ത് സംഭവിച്ചേനേയും? നമ്മുടെ കൈ മുറിഞ്ഞാലല്ലേ അരിയുമ്പോൾ. നേരെ തിരിച്ച് ഏരിയ മറുവശത്ത് കൂടുതലായിരുന്നെങ്കിലോ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കൂടുതലാണെങ്കിലോ വെജിറ്റബിൾ കട്ടാവോ? ഇല്ല. ആ എഫക്റ്റ് കൂടുതലായി വരണമെങ്കിൽ ഏരിയ കുറയണം. അതുപോലെ ഈ വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബേസ്മെന്റ് ഭയങ്കര വിസ്താരത്തിലാണ് അവർ പണിയുന്നത്. വരുന്നത് കൂടുതൽ ഏരിയയിൽ അത്ര വെയിറ്റ് വരുമ്പോൾ അതിന്റെ എഫക്റ്റ് കുറവായിട്ട് വരും. അത് താങ്ങാൻ പറ്റും. അതേസമയം കുറഞ്ഞ ഏരിയയിലാണ് അത്രയും വെയിറ്റ് വരുന്നതെങ്കിലോ ആ ബിൽഡിങ് ഇരുത്തിപ്പോകും അല്ലേ? താന്നു പോകത്തില്ലേ? അതിന്റെ എഫക്റ്റ് കൂടുമ്പോൾ അത് താന്നു പോകും. അതിന്റെ ആ ഒരു അപകടം സംഭവിക്കും. അതുകൊണ്ട് ബേസ്മെന്റിന്റെ വിസ്താരം കൂടുമ്പോൾ അത്രയും വെയിറ്റ് കൂടുതൽ ഏരിയയിലാകുമ്പോൾ അതിന്റെ എഫക്റ്റ് കുറവായിട്ട് വരും. ഇനി പറയുകയാണെങ്കിൽ ഹെവി വെഹിക്കിൾസ് ഒക്കെ, ഒത്തിരി ഓവർലോഡ് താങ്ങുന്ന വെഹിക്കിൾസ് ഒക്കെ, അതിൻ്റെയൊക്കെ വീല് വളരെ ബ്രോഡായിരിക്കും അല്ലേ? വലിയ വിസ്താരമുള്ള വീൽസ് ആയിരിക്കും. കൂടുതൽ വീൽസും കാണും. അവിടെ എന്താണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? ഏത് പ്രിൻസിപ്പിളാണ്? അതായത് കൂടുതൽ വെയിറ്റ് കാണും. അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഒരുപാട് വെയിറ്റ് കാണും. ഈ വെയിറ്റ് കൂടുതൽ ഏരിയയിലേക്ക് ആയി വരുമ്പോൾ, കൂടുതൽ ചെറിയ വീലാണെങ്കിൽ കുറഞ്ഞ ഏരിയയിലാണ് അത്രയും വെയിറ്റ് വരുന്നത്. അപ്പം അതിൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അതേസമയം കൂടിയ ഏരിയ, വലിയ വീലാണ്, അപ്പോൾ കൂടിയ ഏരിയയിലാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയുന്നു, പ്രഷർ കുറയുന്നു, താഴുന്നില്ല, വാഹനം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മുടെ സ്കൂൾ ബാഗിന്റെ ആ സ്ട്രാപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നല്ല ബ്രോഡായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ്? അങ്ങനെ ഒത്തിരി വെയിറ്റ് താങ്ങേണ്ടതല്ലേ? അപ്പൊ അത്രയും വെയിറ്റ്, കനം കുറഞ്ഞ സ്ട്രാപ്പാണെന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് നമ്മുടെ ഈ ഷോൾഡറിന് ബുദ്ധിമുട്ടുണ്ടാക്കും, വേദനയുണ്ടാക്കും. അതേസമയം ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏരിയ കൂടുമ്പോൾ ആ എഫക്റ്റ്, അതായത് പ്രഷർ കുറയും. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അതുകൊണ്ട് നമുക്കത് വേദന അനുഭവപ്പെടുത്തില്ല. പിന്നെ നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കുകൾ, അവയുടെ ബെൽറ്റ് പോലുള്ള ടയറുകളാണ് ഉപയോഗിക്കുന്നത്.
അതായത് എന്തുകൊണ്ടാണ് വളരെ ബ്രോഡും ആയിരിക്കും. അല്ലാതെ സാധാരണ ഈ സൈക്കിൾ ടയർ പോലുള്ള ടയറുകളല്ലല്ലോ അതിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ കാറിൻ്റെ ടയർ അതുപോലല്ല, ബ്രോഡായിരിക്കും. ബെൽറ്റ് പോലുള്ള ടയേഴ്സാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആയിരക്കണക്കിന് ടൺ ഭാരമാണ് അതിൽ താങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഇത് പോകുന്ന വഴി കൂടുതൽ പ്രഷർ വന്നാൽ എന്ത് സംഭവിക്കും? അത് താഴാനോ അതിനിടയാവരുത്. അതുകൊണ്ടാണ് അതിൻ്റെ ബ്രോഡായിട്ടുള്ള ടയേഴ്സാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിലെ ഈ ആണി കൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടക്കുന്നതൊക്കെ കാണിക്കത്തില്ലേ, അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ തുളച്ച് കയറാത്തത്? കാരണം ഒരുപാട് ആണികളാണ്, ഒത്തിരി ആണികളാണ്. ആ ഒരു ബെഡിൽ നിറയെ ആണികളാണ്. കൂടുതൽ ഏരിയയിലാണ് ആ ആളുടെ വെയിറ്റ് മൊത്തം അത്ര ആണികളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആണിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് വെച്ചാൽ കുറവായിരിക്കും. ഏരിയ കൂടുതലായതുകൊണ്ട് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ആണിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ അത് ആ ഒരു ശരീരത്തിൽ തുളച്ച് കയറാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ട് ഒരു ഇരുമ്പാണി പോലും ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തുളച്ച് കയറുകയല്ല. അതേസമയം ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിലും അത്രയും വെയിറ്റ് ആ ഒരു ആണിയിൽ വരുമ്പോൾ പ്രഷർ കൂടുതലാകും, തുളച്ച് കയറും.